ഡിങ് റെസ്ക്യൂ ടീമിൽ എത്തിയിട്ട് ഒരു വർഷം ആയിരിക്കുകയാണ്. അതിന്റെ സെലിബ്രേഷനും അവിടെ നടക്കുന്നു. ആ ഒരു സെലിബ്രേഷനിലേക്കൊക്കെ ആയിരുന്നു ഹാനിനെയും കൂട്ടിക്കൊണ്ട് ലു പോയിട്ടുണ്ടായിരുന്നത്. ലിൻമോവും ഡിങ്ങിനെ സർപ്രൈസ് ഒക്കെ നൽകുവാനായിട്ട് കുറെ അധികം ഫ്ലവേഴ്സ് ഒക്കെ മേടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഫ്ലവേഴ്സ് ഒക്കെ കൊടുത്ത് അവളെ ഇംപ്രസ് ചെയ്യുവാനായിട്ട് സാധിക്കുമോ എന്ന് യുവാന് നല്ല സംശയമുണ്ടായിരുന്നു. സോയിന് ഈ ഒരു സെലിബ്രേഷൻ പാർട്ടിയിൽ പങ്കെടുക്കുവാനായിട്ട് സാധിക്കുന്നില്ലെങ്കിൽ പോലും എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്തോളാം എന്നൊക്കെ പറഞ്ഞ് ലൂവും എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കുന്നൊക്കെയുണ്ട്. അവരെല്ലാവരും ഫുഡൊക്കെ കഴിക്കുവാനായിട്ട് തുടങ്ങുമ്പോഴത്തേക്കും ഡിങ്ങും എല്ലാവരുടെയും അടുത്ത് നന്ദിയൊക്കെ പറയുകയാണ്. അവരെപ്പോഴും വർക്കിന്റെ തിരക്കിലായിരിക്കും. അതുകൊണ്ട് തന്നെ ആദ്യമായിട്ടാണ് ഒരു ചടങ്ങിൽ ഇതുപോലെ എല്ലാവരും ഒത്തുകൂടുന്നത്. അതിന്റെ സന്തോഷം അവൾക്കുമുണ്ട്. ആ ഒരു ടീമിലുള്ള എല്ലാവരെയും തന്നെ തനിക്ക് ഇഷ്ടമാണെന്നൊക്കെ ഡിങ് പറയുമ്പോഴത്തേക്കും ഹാനും സോങ് ഈ ഒരു ടീമിൽ വർക്ക് ചെയ്തത് കൊണ്ടാണ് എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അറിയുവാനായിട്ട് സാധിച്ചത്. എന്തായാലും നിങ്ങൾക്ക് ഏതൊരു സഹായം എന്റെ അടുത്ത് നിന്നും ആവശ്യമുണ്ടെങ്കിലും എന്നെ വിളിക്കുവാനായിട്ട് മറക്കരുതെന്നൊക്കെ എല്ലാവരുടെയും അടുത്തായിട്ട് പറയുന്നു. ഈ ഒരു റെസ്ക്യൂ ടീമൊക്കെ തനിക്ക് രണ്ടാമത്തെ ഒരു വീട് പോലെയാണെന്ന് ലിൻമുവും പറയുന്നുണ്ട്. ലിൻമുവിന് തന്റെ പ്രണയമൊക്കെ തുറന്നു പറയണമെന്നുണ്ടായിരുന്നെങ്കിൽ പോലും അതിനുള്ള ധൈര്യമൊന്നും അപ്പോഴവന് ഉണ്ടായിരുന്നില്ല. അടുത്തതായിട്ട് യോയും സംസാരിക്കുകയാണ്. അവനും കോഡിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എപ്പോഴും കമ്പ്യൂട്ടറിന്റെ മുമ്പിൽ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവന് ഫ്രണ്ട്സ് പോലും ഉണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു സംഘടനയിലൊക്കെ ചേർന്നതിന് ശേഷമാണ് അവന്റെ കൂടെയുള്ള എല്ലാവരെയും ഫ്രണ്ട്സ് ആയിട്ട് അവനെ കാണുവാനായിട്ട് സാധിച്ചത്. ഇനി അവനെയും ഫ്രണ്ടായിട്ട് എല്ലാവരും കണ്ടതുകൊണ്ട് തന്നെ അവനും എല്ലാവരുടെയും അടുത്ത് നന്ദി പറയുന്നു. ഡിങ് ഒരു ബോയ് ഫ്രണ്ടിനെയൊക്കെ നോക്കുമ്പോഴത്തേക്കും എങ്ങനെയുള്ള ആളെ ആയിരിക്കും നോക്കുക എന്നൊക്കെ ചോദിക്കുമ്പോഴത്തേക്കും അവളാകട്ടെ അവളെക്കാളും സ്ട്രോങ് ആയിട്ടുള്ള ഒരാളെ നോക്കുവാനായിട്ടാണ് ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു. ബുക്സ് ഒക്കെ വായിച്ച് അത്യാവശ്യം വിവരമുള്ള ഒരാൾ കൂടി ആയിരിക്കണം അതേ എന്ന് അവൾ അറിയിക്കുന്നു. സാധാരണ ബോയ്സ് ഒക്കെ റോസ് ഫ്ലവേഴ്സ് ഒക്കെ നൽകാറുണ്ട്. അതുപോലത്തെ ഫ്ലവേഴ്സ് ഒന്നും എനിക്ക് ആവശ്യമായിട്ടില്ല എന്നും കൂടി അവൾ പറഞ്ഞു കഴിയുമ്പോഴത്തേക്കും അവനും ഫ്ലവേഴ്സ് ഒക്കെ കൊടുക്കാനായിട്ട് പ്ലാൻ ചെയ്തതായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ കുടിച്ചുകൊണ്ടിരുന്ന ഡ്രിങ്ക്സ് എല്ലാം തന്നെ അവിടെ വെച്ച് തുപ്പുകയാണ്. നിന്റെ ഈ ഒരു കൺസെപ്റ്റ് ഒക്കെ കേട്ടതിന് ശേഷം ഒരാൾക്ക് ഇന്ന് ഉറങ്ങുവാനേ സാധിക്കുകയില്ല എന്നാണല്ലോ തോന്നുന്നതെന്നൊക്കെ പറഞ്ഞ് ബാക്കിയുള്ള ആൾക്കാർ അവളെ കളിയാക്കുന്നുമുണ്ട്. ഡിങ്ങിന് ഫ്ലവേഴ്സ് ഒന്നും ഇഷ്ടമില്ല എന്ന് പറഞ്ഞത് കൊണ്ട് തന്നെ അവൻ മേടിച്ചു വെച്ചിട്ടുണ്ടെന്ന ഫ്ലവേഴ്സ് എല്ലാം എടുത്ത് ലോക്കറിലൊക്കെ അവൻ വെക്കുന്നു. എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ ആയിരിക്കുമോ? അതോ ഇവൻ മാത്രമേ ഇങ്ങനെ ആയിരിക്കുകയുള്ളൂ? എന്തായാലും ഞാൻ എന്തുകൊണ്ടാണ് ഇതുപോലത്തെ ഒരു പെൺകുട്ടീനെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നതെന്നൊക്കെ അവൻ ചോദിക്കുകയാണ്. പക്ഷെ അവിടെ ഉണ്ടായിരുന്ന ആളൊക്കെ മാറിയിട്ട് ഇപ്പോൾ ഡിങ് ആയിരുന്നു അവന്റെ അടുത്ത് വന്ന് നിൽക്കുന്നത്. ഞാൻ അവളെ ഉപേക്ഷിച്ച് മറ്റാരെങ്കിലും നോക്കാന്ന് വെച്ചാൽ മറ്റാരുടെയും അടുത്ത് എനിക്ക് ഈ ഒരു പ്രണയമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവൻ തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്കുമാണ് പിന്നിൽ നിൽക്കുന്ന ഡിങ്ങിനെ അവൻ കാണുന്നത്. അവളും അവൻ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ടായിരുന്ന ഫ്ലവേഴ്സ് എല്ലാം കണ്ടെത്തുകയാണ്. ആ ഒരു ഫ്ലവേഴ്സ് എല്ലാം തന്നെ അവൾ സ്വീകരിക്കുന്നു. അതിന്റെ കൂടെ ഐ ലവ് യു എന്നൊക്കെ അവൻ എഴുതിയിട്ടുമുണ്ടായിരുന്നു. പക്ഷെ അവൾ കാണാതെ അവനും അതെല്ലാം തന്നെ വിഴുങ്ങുന്നു. നീ ലൂവിന്റെ സ്വഭാവമൊന്നും കാണിക്കരുത്. എന്നെ ഇഷ്ടമാണെങ്കിൽ നീ എന്നെ തോൽപ്പിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞതിന് ശേഷം ഡിങ് പോകുകയാണ്. പക്ഷെ അവളെ തോൽപ്പിക്കുവാനായിട്ട് അവന് മനസ്സ് വരുന്നുണ്ടായിരുന്നില്ല. ആ ഒരു വിഷമത്തിൽ അവന് നിൽക്കുന്നു. സൂവും സോങ്ങും കൂടി ചേർന്നിട്ട് പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്യുന്ന ഒരു സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അവൾക്ക് ചെറിയൊരു പേടി ഉണ്ടെങ്കിൽ പോലും അവൻ കൂടെയുള്ള ധൈര്യത്തിലാണ് അവൾ എത്തിയിട്ടുള്ളത്. സോവും സോങ്ങും എത്തിയിട്ടുള്ളത് കൊണ്ട് തന്നെ അവരുടെ പിറകെയൊക്കെ ആയിട്ട് ഗയോയും ഇതേ സ്ഥലത്തൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ ഇരിക്കെ അവിടെ എത്തുന്ന ഷിയാനും ഗയോനെ കാണുകയാണ്. സോങ് വിളിച്ചിട്ടായിരുന്നില്ല, മറിച്ച് ഒരു പ്രൊമോഷണൽ വീഡിയോ ഒക്കെ എടുക്കുവാനായിട്ടായിരുന്നു താൻ എത്തിയിട്ടുണ്ടായിരുന്നതെന്ന കാര്യം അവരും അറിയിക്കുന്നു. കപ്പിൾസിന് പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്യുവാൻ പറ്റിയൊരു സ്ഥലമാണ് ഇത് എന്നൊക്കെ ഷിയാൻ അറിയിക്കുമ്പോഴത്തേക്കും അതിൽ വലിയ കാര്യമൊന്നുമില്ല. എന്റെ എല്ലാ ബർത്ത്ഡേക്കും സോ എന്നെയും കൂട്ടിക്കൊണ്ട് ഇവിടെ എത്തുന്നതാണ്. ഞങ്ങൾ ഒന്നിച്ച് പാരാഗ്ലൈഡിങ്ങും ചെയ്യും. ഈ ഒരു തവണ സോങ്ങിനെ കൂട്ടിക്കൊണ്ട് വന്നു, അത്ര മാത്രമേ ഉള്ളൂ. എന്റെ പേരൻസ് കഴിഞ്ഞാൽ എന്നെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്നത് പോലും സൂ ആണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൾ നിൽക്കുന്നു. ഈ ഒരു സമയത്താകട്ടെ സൂ സോങ്ങിന് പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്യുവാനായിട്ടുള്ള ഹെൽപ്പ് ഒക്കെ ചെയ്തു കൊടുക്കുന്നു. സൂവും സോങ്ങും ഒന്നിച്ച് പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്യുമ്പോഴത്തേക്കും ആ കാഴ്ചകളെല്ലാം തന്നെ കാണുവാൻ വളരെ ഭംഗിയുണ്ടെന്ന് അവളും പറയുകയാണ്. അവിടെ ഉണ്ടായിരുന്ന ഒരാളാകട്ടെ സോ ഇപ്പോൾ ഗേൾഫ്രണ്ടിനെയും കൂട്ടിക്കൊണ്ട് പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്യുകയാണെന്നുള്ള കാര്യം ഗയോനെയും അറിയിക്കുന്നു. ഗയോ ആകട്ടെ സോവിന് പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്യുവാനുള്ള ലൈസൻസ് കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെയും കൊണ്ട് ഒന്നിച്ച് പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്യുമെന്നായിരുന്നു ഷിയാന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ സോവും സോങ്ങും കൂടി ഒന്നിച്ച് പാരാഗ്ലൈഡിംഗ് ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ അവൾക്ക് ശരിക്കും അസൂയ തോന്നുകയാണ്. സോങ് സോങ്ങും താഴേക്ക് ഇറങ്ങി കഴിയുമ്പോഴത്തേക്കും അവർ ഒന്നിച്ച് നിൽക്കുന്നത് കാണുന്ന ഗയോയുടെ കണ്ണുകളൊക്കെ നിറഞ്ഞൊഴുകുന്നു. അതുവരെ ഷിയാനും അവളെ കളിയാക്കിക്കൊണ്ടൊക്കെ ആയിരുന്നു ഇരുന്നിട്ടുണ്ടായിരുന്നതെങ്കിലും അവൾ കരയുന്നത് കാണുമ്പോഴത്തേക്കും അവനും കുറച്ചൊക്കെ വിഷമം തോന്നുന്നു. നാട്ടിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ടായിരുന്ന സൂവും സോങ്ങും ലോന്റെ ഹാനിന്റെ ഒപ്പം വരുന്ന ഫുഡൊക്കെ കഴിക്കുന്നു. അവർ സോഷ്യൽ മീഡിയയിലൊന്നും ഒരു പോസ്റ്റ് പോലും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവര് പോയിട്ട് എന്തായെന്നൊക്കെ ലോ ചോദിക്കുമ്പോഴത്തേക്കും സോങ്ങും അവർ നേരത്തെ എടുത്തിട്ടുണ്ടായിരുന്ന ഫോട്ടോസ് എല്ലാം തന്നെ കാണിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അവരൊന്നിച്ചുണ്ടായിരുന്ന ഫോട്ടോസ് ആയിരുന്നില്ല, മറിച്ച് അവർ പോയ സ്ഥലങ്ങളിലെ ഫോട്ടോസ് ആയിരുന്നു ആ ഒരു ഫോണിൽ ഉണ്ടായിരുന്നത്. അവരിരിക്കുന്നതിന്റെ കുറച്ച് അടുത്തായിട്ട് കുറച്ച് ബോയ്സ് ഒക്കെ വന്നിരിക്കുകയാണ്.
ആ കൂട്ടത്തിലുള്ള ഒരാളെ ഹാൻ അപ്പോൾ തന്നെ ഇഷ്ടപ്പെടുന്നു. കുറച്ച് മദ്യമൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാനിന്റെ സ്വഭാവം ഇങ്ങനെയൊക്കെ ആണെന്ന് സോങ്ങും പറയുന്നുണ്ട്. നീ ധൈര്യമായിട്ട് അയാളെ പോയി പരിചയപ്പെടുവാനൊക്കെ സോങ്ങും പറയുന്നു. സോങ് പറഞ്ഞ പ്രകാരം അയാളോട് സംസാരിക്കുവാനായിട്ടൊക്കെ ഹാൻ എണീക്കുന്നുണ്ടെങ്കിലും ഹാനിനെ ലു തടയുകയാണ്. നീ ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്കൊന്നും പോകാതെ നമ്മളൊരു മിഷനിലാണല്ലോ, നമുക്ക് അതൊക്കെ ചെയ്യാമെന്ന് ലു പറയുകയാണ്. പക്ഷെ എന്താണ് മിഷൻ എന്നൊക്കെ സോങ് ചോദിക്കുമ്പോഴത്തേക്കും ഇവർ വളരെ രഹസ്യമാക്കി വെച്ച മറ്റൊരു കാര്യമൊക്കെ ഹാൻ തുറന്നു പറയുന്നു. അതായത് സൂവും സോങ്ങും ഇതുവരെയായിട്ടും റിലേഷൻഷിപ്പ് ഒന്നും ഒഫീഷ്യൽ ആക്കിയിട്ടില്ല. ആ ഒരു റിലേഷൻഷിപ്പ് എല്ലാവരെയും അറിയിക്കുവാനായിട്ടായിരുന്നു ലു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത്. സൂവിനും അതിന്റെ സമ്മതമൊക്കെ ആയിരുന്നത് കൊണ്ട് തന്നെ സൂവും സോങ്ങും ഒന്നിച്ചിരുന്ന ഫോട്ടോസ് ഒക്കെ എടുക്കുകയും അത് പോസ്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ആ ഒരു സമയം കൊണ്ട് ഹാൻ വായി നോക്കിക്കൊണ്ടിരുന്ന ആളും പോയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ടാങ്ങും വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫോൺ എടുത്ത് നോക്കുകയാണ്. അപ്പോഴായിരുന്നു ഞങ്ങളുടെ റിലേഷൻഷിപ്പ് ഒഫീഷ്യൽ ആക്കി എന്നൊക്കെ പറഞ്ഞിട്ട് സോങ് ഇട്ടിട്ടുണ്ടായിരുന്ന പോസ്റ്ററും അവൻ കാണുന്നത്. അപ്പോൾ പണ്ട് നടന്ന മറ്റൊരു സംഭവത്തെക്കുറിച്ച് കൂടി ടാങ് ഓർക്കുന്നു. അതായത് അവന് വിദേശത്ത് പോകുവാനായിട്ട് അവസരമൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നെങ്കിലും ആ ഒരു വിവരം സോങ്ങിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല. ഒടുവിൽ നോട്ടീസ് ബോർഡിലൊക്കെ അവന്റെ പേര് വന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും ആയിരുന്നു സോങ് അത് അറിഞ്ഞതും. അവൾ അതിനെക്കുറിച്ച് ചോദിച്ച് ദേഷ്യപ്പെടുമ്പോഴത്തേക്കും അവനാകട്ടെ നമുക്ക് ഇന്റർനെറ്റ് വഴിയൊക്കെ സംസാരിക്കാമല്ലോ എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ ഈ ഒരു കാര്യം അവളുടെ അടുത്ത് നിന്ന് മറച്ചു വെച്ചത് കൊണ്ട് തന്നെ ആ ഒരു ദേഷ്യത്തിൽ ഇനി നമ്മൾ തമ്മിൽ യാതൊരു ബന്ധവും ഇല്ല എന്നൊക്കെ പറഞ്ഞ് അവള് പിരിയുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. ടാങ്ങും ആ ഒരു സംഭവത്തെക്കുറിച്ചെല്ലാം തന്നെ ഫ്രണ്ടിന്റെ അടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും നിന്റെ അവസരം തീർന്നു പോയെന്ന് നീ ഒരിക്കലും വിചാരിക്കരുത്. അവളോട് കാര്യങ്ങളൊക്കെ ഒന്ന് തുറന്നു പറഞ്ഞു നോക്ക്. നിനക്കിപ്പോഴും അവളെ ഇഷ്ടമാണെന്നൊക്കെ പറയുമ്പോൾ അവൾക്കും ആ ഒരു ഇഷ്ടം തിരിച്ചുണ്ടെങ്കിലോ എന്നായിരുന്നു ഫ്രണ്ട് ചോദിച്ചിട്ടുമുണ്ടായിരുന്നത്. വിദേശത്തൊക്കെ പോയിട്ടുണ്ടായിരുന്നെങ്കിലും അവളെ ഫോൺ വിളിച്ച് നോക്കുകയും മെസ്സേജസ് ഒക്കെ അയക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇമെയിൽ അയച്ചിട്ട് പോലും അവൾ ഒരു മറുപടിയും നൽകിയിട്ടുണ്ടായിരുന്നില്ല. അതിനെക്കുറിച്ചൊക്കെ ടാങ്ങും ഇപ്പോൾ സോങ്ങിന്റെ അടുത്ത് സംസാരിക്കുകയാണ്. പക്ഷേ അതിന്റെ ഒരു ആവശ്യവുമില്ല എന്ന് എനിക്ക് തോന്നിയെന്നായിരുന്നു അവളുടെ മറുപടി. ഇതെല്ലാം തന്നെ നടന്നിട്ട് ഒരുപാട് വർഷങ്ങൾ കഴിഞ്ഞിരിക്കുന്നു. ഞാൻ എല്ലാം മറന്നതാണ്. നീ മാത്രം എന്തുകൊണ്ടാണ് ഇപ്പോഴും അവിടെ തന്നെ ഉള്ളതെന്നൊക്കെ അവൾ ചോദിക്കുന്നു. അന്നു മുതൽ ഇപ്പോൾ വരെ എനിക്ക് കുറ്റബോധമായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത്. നീ എല്ലാം മറന്നു കാണുമോ, നിന്റെ ലൈഫ് ഞാൻ നശിപ്പിച്ചോ എന്നൊക്കെ ആയിരുന്നു ഞാൻ ചിന്തിച്ചിട്ടുമുണ്ടായിരുന്നത്. നീ എല്ലാം മറന്നതിൽ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ടെന്നൊക്കെ ടാങ് പറയുമ്പോഴത്തേക്കും ഞാനിപ്പോൾ സൂനെ ഡേറ്റ് ചെയ്യുകയാണ്, നിനക്കും എല്ലാം മറക്കുവാനായിട്ട് സാധിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് അവരും പിരിയുകയാണ്. അവളും വെറുതെ ഒന്ന് ലാപ്ടോപ്പ് ഒക്കെ തുറന്ന് ടാങ്ങിന്റെ പേരൊക്കെ സെർച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ടാങ്ങിന്റെ ഒരുപാട് മെയിൽസ് ഒക്കെ വന്നിട്ടുള്ളത് അവളും ശ്രദ്ധിക്കുന്നു. പക്ഷെ അതൊന്നും അവൾ വായിച്ചിട്ട് കൂടി ഉണ്ടായിരുന്നില്ല. എങ്കിലും അവൾ ഇപ്പോൾ അതെല്ലാം തന്നെ ഡിലീറ്റ് ചെയ്ത് കളയുന്നു. സൂം അവിടെ ഇല്ലാതിരുന്ന സമയത്തല്ലോ ഒരു പരിപാടിക്ക് ഏറ്റിട്ട് അത് ചെറുതായിട്ടൊന്ന് ഫ്ലോപ്പ് ആയിട്ടുണ്ടായിരുന്നല്ലോ. അതിനെക്കുറിച്ചൊക്കെ അവനിപ്പോൾ സൂവിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും സൂവും അത് വലിയ പ്രശ്നമായിട്ടൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. എങ്കിൽ പോലും ലൂ ആകട്ടെ ഇനി ഒരിക്കലും ഇതുപോലെ ഒന്നും തന്നെ ചെയ്യുകയില്ല എന്ന് അവന് വാക്ക് നൽകുന്നു. കയോയും പിന്നീട് സുവിനെ കോണ്ടാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതൊരു നല്ല കാര്യമായിട്ടായിരുന്നു സു കാണുന്നത്. മുത്തശ്ശൻ ഒരുപാട് കാര്യങ്ങളൊക്കെ കയോയോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ അവൾക്ക് കാര്യങ്ങളൊക്കെ മനസ്സിലായത് കൊണ്ടായിരിക്കാം തന്നെ അവൾ കോണ്ടാക്ട് ചെയ്യാതിരുന്നതെന്നൊക്കെ സു അറിയിക്കുന്നു. ഇന്നലെ രാത്രി ഹാൻ ഒരാളെ നോക്കിയിട്ടൊക്കെ ഉണ്ടായിരുന്നല്ലോ. ഞാനുള്ളപ്പോൾ എന്നെക്കാളും ഹാൻസം അല്ലാത്ത ഒരാളെയൊക്കെ ആയിരുന്നല്ലോ അവൾ നോക്കിയതും. അതുകൊണ്ട് തന്നെ അവൾ എന്താ കണ്ണുകൂട്ടിയാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് ലൂ ഇരിക്കുമ്പോഴത്തേക്കും ഹാൻ നോക്കിയ ആളെക്കാളും ഹാൻസം ആയിട്ടുള്ളത് ലൂ തന്നെയാണെന്നൊക്കെ പറഞ്ഞ് ലൂവിനെ സു സമാധാനിപ്പിക്കുന്നുമുണ്ട്. നേരത്തെ സൂപ്പർ മോഡൽ എന്ന ആ ഒരു ഷോയുടെ ഒക്കെ സെക്കൻഡ് റൗണ്ട് എത്തിയിരിക്കുകയാണ്. ഇത്തവണ ഗായ ഫോട്ടോ ഒക്കെ എടുക്കുവാനായിട്ട് സഹകരിക്കുന്നുണ്ടെങ്കിൽ പോലും അവളുടെ മുഖത്ത് ഒരു ചിരി പോലും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തേത് നിർത്തിയിട്ട് മറ്റൊരു ദിവസം ഫോട്ടോസ് ഒക്കെ എടുക്കാമെന്ന് ഷ്യാനും പറയുന്നു. ഇന്ന് ഷൂട്ടിംഗ് ഒന്നും നടത്തുവാനായിട്ട് സാധിക്കുകയില്ല, മറ്റൊരു ദിവസം ഷൂട്ടിംഗ് നടത്തിക്കോളാമെന്നൊക്കെ ഷിയാനും സീനിയറിന്റെ അടുത്ത് പറയുമ്പോഴത്തേക്കും സീനിയർ ആകട്ടെ കയോനെ ആയിരുന്നു കുറ്റപ്പെടുത്തിക്കൊണ്ടിരുന്നത്. മറ്റൊരു ദിവസം ഷൂട്ടിംഗ് ഒന്നും നടത്തുവാനായിട്ടുള്ള പണമൊന്നും അവരുടെ കയ്യിൽ ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ട് സീനിയർ ദേഷ്യപ്പെടുമ്പോഴത്തേക്കും ഷിയാനാകട്ടെ ഇവരും മനുഷ്യർ തന്നെയാണ്, അവർക്ക് അവരുടേതായ പ്രശ്നങ്ങളൊക്കെ കാണും, നമ്മളത് കണ്ടില്ല എന്ന് നടിക്കുവാനായിട്ട് പാടില്ല എന്നൊക്കെ ഷിയാനും സീനിയറിനോട് പറയുന്നു. ഇതെല്ലാം തന്നെ ഗായയും കേട്ടിട്ടുണ്ടായിരുന്നു. ഷിയാനും അവളുടെ സെക്രട്ടറിയോടൊക്കെ സംസാരിക്കുമ്പോഴത്തേക്കും സൂവിനെ കാണുവാനായിട്ട് പോയിട്ട് വന്നതിന് ശേഷം മുതൽ അവൾ ഇങ്ങനെ തന്നെയാണ്, അവളൊന്നും ചിരിച്ചിട്ട് കൂടി ഇല്ല എന്നൊക്കെ സെക്രട്ടറിയും അവനെ അറിയിക്കുന്നു. അവൾക്കൊരു മെസ്സേജ് ഒക്കെ അയക്കാമെന്ന് വിചാരിച്ചുകൊണ്ട് ഷിയാൻ ഫോൺ എടുക്കുമ്പോഴത്തേക്കും ഞാൻ പുതിയ ലോകത്തിലേക്ക് പോകുകയാണെന്നൊക്കെ പറഞ്ഞ് അവൾ പോസ്റ്റ് ഇട്ടിരിക്കുന്നത് അവൻ കാണുന്നു. ആ ഒരു ഫോട്ടോ ഒക്കെ സൂം ചെയ്ത് സ്ഥലം മനസ്സിലാക്കുന്ന അവനും ഓടി അവളുടെ അടുത്തേക്കൊക്കെ എത്തുകയാണ്. എന്റെ ഹൃദയം തകർന്നിരിക്കുകയാണ്, എനിക്ക് ഈ ഒരു ലോകത്തിന് ജീവിക്കേണ്ട, ഞാൻ പുതിയൊരു ലോകത്തിലേക്ക് പോകുകയാണെന്നൊക്കെ അവളും ഷിയാന്റെ അടുത്ത് പറയുന്നു. ഇതിനു മുമ്പ് ഞാൻ സൂവിനെ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടായിരുന്നെങ്കിലും ഇതുപോലെ സൂ ചിരിക്കുന്നത് പോലും ഞാൻ കണ്ടിട്ടേ ഉണ്ടായിരുന്നില്ല എന്നൊക്കെ അവളും അറിയിക്കുകയാണ്. അപ്പോഴാണ് അവൾക്ക് ശരിക്കും ഉണ്ടായിരുന്നത് പ്രണയമായിരുന്നില്ല എന്ന സത്യമൊക്കെ അവളെ ഷിയാൻ മനസ്സിലാക്കിയും കൊടുക്കുന്നത്. ആദ്യം മുതലേ സുവിനെ സഹോദരിയായിട്ടാണ് കാണുന്നതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
പക്ഷേ ഫ്രണ്ട്സും കൂടെ പഠിക്കുന്ന ആളുകളും എന്തിനേറെ പറയുന്നു ഓൺലൈൻ ഫ്രണ്ട്സ് പോലും പിന്നീട് ഡേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. അതുപോലെ ആയിരിക്കും എന്റെ സിറ്റുവേഷൻ എന്നായിരുന്നു ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ ഇപ്പോഴാണ് അവൾക്കും സുധനെ എങ്ങനെയാണ് കണ്ടിട്ടുണ്ടായിരുന്നതെന്ന സത്യമൊക്കെ മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചത്. അങ്ങനെ അവളും ഞാൻ നിന്നെ സ്നേഹിക്കുന്നേയില്ല. ഞാൻ നിന്നെ ഒരിക്കലും സ്നേഹിച്ചിട്ടുമില്ല. എനിക്ക് നിന്നെ വിവാഹം കഴിക്കേണ്ട എന്നൊക്കെ സുവിന്റെ പേരും പറഞ്ഞ് അവിടെ നിന്ന് വിളിച്ചു കൂവുന്നത്. അവൾക്കൊരു സപ്പോർട്ടിന് ഷിയാനും ഇതേ കാര്യങ്ങളൊക്കെ വിളിച്ചു പറയുന്നുമുണ്ട്. അവളും ഇപ്പോൾ ഒരുപാട് സന്തോഷത്തിലാണ് ഉള്ളതെന്നൊക്കെ പറയുമ്പോഴത്തേക്കും പുതിയൊരു തുടക്കമൊക്കെ ആയതുകൊണ്ട് തന്നെ നമുക്ക് പൂത്തിരിയൊക്കെ കത്തിച്ച് അത് ആരംഭിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഷിയാനും അവൾക്ക് കുറച്ച് പൂത്തിരിയൊക്കെ നൽകുന്നു. അങ്ങനെ ഒന്നിച്ച് അവർ രണ്ടുപേരും കൂടി ചേർന്നിട്ട് അതൊക്കെ കത്തിക്കുകയാണ്. ആ ഒരു സീനോട് കൂടിയാണ് ഇതിന്റെ 16ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇത്രയും വേഗം കാണാം. ബൈ.